തൊഴിലാളികളോടൊപ്പം നിൽക്കണോ അതല്ല പ്രകൃതി സ്നേഹികളോടൊപ്പം നിൽക്കണോ എന്നുള്ള കണിശമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അന്നേരം. പ്രകൃതി പ്രശ്നത്തിനെ സംബന്ധിച്ച് ഗോളിയോറിൽ നടക്കുന്ന പ്രവർത്തന ഫലമായിട്ട് ചാലിയാർ മലിനീകരണത്തിനെ സംബന്ധിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ജയിലിൽ വെച്ചിട്ടാണ്. ഈ പ്രശ്നം ഇതിനെ വല്ലാതെ ഫീൽ ചെയ്യാൻ കാരണം ഈ പത്രങ്ങളിൽ ഇടയ്ക്ക് വരുന്ന മത്സ്യം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നിരവധി മത്സ്യങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ കാഴ്ചയാണ്. അത് അവിടുന്ന് തന്നെ ഞാൻ തീരുമാനിച്ചാണ് ഈ നാട്ടിലെത്തിയാൽ ഈ മലിനീകരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞാൻ അവിടുന്ന് ജയിലിൽ തന്നെ തീരുമാനിച്ചു. വേറൊരു കാര്യം, രണ്ട് കാര്യമാണ് ഞാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, ദയാനന്ദൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വളരെ ദയനീയമായിട്ടുള്ള ഒരു പ്രശ്നം മീഞ്ചന്തയിലുണ്ടായിട്ടുള്ളതിനെ സംബന്ധിച്ച് പിന്നെ ഒരു പ്രായമായ സ്ത്രീൻ്റെ ഒരേ ഒരു മകനെ ഒരു ജമ്മി പിന്നെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയ ഒരു കേസ്. ഈ രണ്ടിലും ഇടപെടണമെന്നുള്ള ഒരു ധാരണ എനിക്ക് ആ ജയിലിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്ന് പ്രവർത്തനം തുടങ്ങി ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ RECയിലും മറ്റ് വിദ്യാർത്ഥി രംഗത്തൊക്കെ നല്ല ഒരു ഗ്രിപ്പ് വന്നു നമ്മുടെ ആദർശത്തിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു 16 പേര് ചാലിയാറിൻ്റെ ഇരുകരകളിലും ഒരു ഏറെക്കുറെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഒരു പ്രചരണ പ്രവർത്തനം നടത്തി. ആ മലിനീകരണത്തിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഒരു 6-7 പൊതുയോഗങ്ങൾ നടത്തി പ്രചരണ പ്രവർത്തനം നടത്തി. അപ്പോഴൊക്കെ ഞങ്ങൾ ആ വേനലായതിനെ കൊണ്ട് ആ മണലിൽ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. ആ പ്രചരണ പ്രവർത്തനം ആണ് ഞങ്ങൾ ആദ്യമായിട്ട് മാവൂരിൽ ഞങ്ങൾ എത്തുന്നത്. ഈ രീതിയിലുള്ള അതിൽ തുടങ്ങിയ ആദ്യം തന്നെ ഞങ്ങൾ പീതാംബരം മാസ്റ്ററെയും റഹ്മാൻ സാഹിബിനെയും പോയി കാണുന്നുണ്ട്. അവരെ ഞങ്ങൾ ആ യോഗങ്ങളിലെല്ലാം, ഞങ്ങൾ സംഘടിപ്പിച്ച യോഗങ്ങളിലെല്ലാം സംസാരിക്കാൻ ക്ഷണിക്കുകയും അവർ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളെ സംബന്ധിച്ചിട്ടും ഞങ്ങൾക്ക് നല്ല മതിപ്പായിരുന്നു. വളരെ സിൻസിയറായിട്ടുള്ളവരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നു. ഞാനും അവരുമായിട്ടാണെന്ന് വെച്ചാൽ വളരെ ഒരു ആത്മബന്ധം വളർന്നു വന്നു. അത് അവർ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. റഹ്മാൻ സാഹിബ് മരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ഞാൻ ചെന്ന് കണ്ട് ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. മരിച്ചപ്പോഴും ഞാൻ പോയിരുന്നു. അതേമാതിരി തന്നെ പീതാംബരം മാഷായിട്ട് അത്ര അടുത്ത ബന്ധം. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ ഒരു ബന്ധം വളർന്നു വന്നതിൻ്റെ ശേഷമാണ് ഗ്രോ യൂണിയൻ ഉണ്ടാക്കുന്ന അവിടുന്ന് 1-2 വർഷം ആയിരിക്കില്ല, ഒരു പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട്. ഞാൻ വരുന്നത് 1977 84 യൂണിയൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂണിയൻ ഉണ്ടാക്കുന്നത്. അപ്പോഴും ഈ ഞങ്ങളുടെ യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് പീതാംബരം മാഷയും റഹ്മാൻ സാഹിബിനെയും ക്ഷണിക്കുന്നുണ്ട്. അവർ വന്ന് സംസാരിക്കുന്നുണ്ട്. അന്ന് പോകുന്ന സമയത്ത് പീതാംബരം മാഷിനോട് പറഞ്ഞത്, വാസു, ഈ ഞങ്ങൾക്കിന്ന് വാസ്തവത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫാക്ടറി ഓപ്പൺ ചെയ്യും യൂണിയൻ സംഘടിതമാവുകയും ചെയ്തതിന് ശേഷം
ഞങ്ങൾക്ക് ഈ മാവൂരിൽ വന്ന് ചായപ്പിടിയിലിരുന്ന് മാന്യമായിട്ടൊരു ചായ കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ യൂണിയൻ മെമ്പർമാരുടെയും പ്രവർത്തകന്മാരും ഒക്കെ ചായപ്പിടിയിൽ ഉണ്ടാവാതിരിക്കില്ല. അവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങും. കമ്പനി പൂട്ടിക്കാൻ നടക്കുന്ന വീരന്മാർ എന്നുള്ള നിലയിലാണ് അവർ ഞങ്ങളെ കാണുന്നത്. ആ തരം ഒരു അവസ്ഥ ഇതിപ്പോൾ നിങ്ങൾ യൂണിയൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നു തുടങ്ങിയത്. അപ്പം പിന്നെ ഇത് ഇങ്ങനെയൊരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി സ്നേഹികൾ ചാലിയാർ മലിനീകരണത്തിനെതിരെ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളും സമരങ്ങളും ഒക്കെ തൊഴിലാളികൾ കണ്ടത്, തൊഴിലാളി നേതാക്കന്മാർ വിശദീകരിച്ചത് കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നാണ്. ഈ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് അതിനെ അവർ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ ഇത് രണ്ട് രംഗത്തെ സമരം, ഒന്ന് മലിനീകരണത്തിനെതിരായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണത്തിനും ചാലിയാർ മലിനീകരണത്തിനെതിരായിട്ടുള്ള സമരം, രണ്ടാമത്തത് മാനേജ്മെൻറ്റിനെതിരായിട്ടുള്ള സമരം. ഈ രീതിയിൽ അതിനെ വേർതിരിക്കുകയും ആ പോരാട്ടം ഞങ്ങൾ അവസാന നിമിഷം വരെ തുടരുകയും ചെയ്തു. ഞാൻ വിചാരിച്ചില്ല യൂണിയൻ നിലനിർത്താൻ പറ്റുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫാക്ടറി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ സമരം വരുന്നത്. റഹ്മാൻ സാഹിബിൻ്റെ വളരെ വളരെ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ അന്ന് എത്തിപ്പെടുന്നത്. അങ്ങേയറ്റം വളരെ ആപൽക്കരമായിട്ടുള്ള സന്ദർഭത്തിൽ പോലും വലിയ പിന്തുണ നൽകിയിട്ടുള്ള തൊഴിലാളി പ്രവർത്തകന്മാർ, അവരെ ഓടൊപ്പം നിൽക്കണം, ആ തൊഴിലാളികളോടൊപ്പം നിൽക്കണം, അതല്ല പ്രകൃതി സ്നേഹികളോടൊപ്പം നിൽക്കണമെന്നുള്ള കണിശമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അന്നേരം വന്നത്. വളരെ പ്രയാസമായി ഞാൻ. എങ്കിലും അവിടെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റി. ആ തീരുമാനം അവസാന നിമിഷം വരെ, ഫാക്ടറി അടയ്ക്കുന്നത് വരെ യൂണിയൻ നിലനിർത്താനും സഹായകമായി.